പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ജൂൺ മാസം 18-ാം തീയതി ബുധനാഴ്ച. വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നല്ലൊരു ദിവസം കൂടെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. അവിടുത്തെ വചനങ്ങൾക്കനുസരിച്ച് വിശുദ്ധ ഔസേപ്പിതാവിനെ പോലെ ഇന്ന് ജീവിക്കാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. പോകുന്നിടത്തെല്ലാം വിജയം നൽകുന്ന അവിടുത്തെ വലം കൈ ഞങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 41-ാം വചനം ധ്യാനിക്കാം. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന അപ്പം ഞാനാണ് എന്ന് അവൻ പറഞ്ഞതിനാൽ യഹൂദർ അവനെതിരെ പിറുപിറുത്തു. നാളെ പരിശുദ്ധ കുർബാനയുടെ തിരുനാളാണ്. അതിനായി ഏറ്റവും തീക്ഷ്ണതയോടെ ഒരുങ്ങേണ്ട ഒരു ദിവസമാണല്ലോ ഇന്ന്. കുർബാനയായി മാറുന്ന യേശുവിനെ ഇല്ലാതാക്കാൻ അന്ന് സാത്താൻ യഹൂദരിലൂടെ ശ്രമിച്ചു. ഇന്നും പല തലങ്ങളിലൂടെയും വിശുദ്ധ കുർബാനയുടെ വിലയില്ലാതാക്കാൻ അവൻ പരിശ്രമിക്കുകയാണ്. വൈദികരെ തകർക്കുന്നതിലൂടെയും വഴിതെറ്റിക്കുന്നതിലൂടെയും മാത്രമേ വിശുദ്ധ കുർബാന ഇല്ലാതാക്കാനാകൂ എന്ന് സാത്താന് നന്നായി അറിയാം. അതിനാൽ വൈദികർ തകരാതിരിക്കാൻ, അവരുടെ കൂട്ടായ്മ നഷ്ടപ്പെടാതിരിക്കാൻ, അവരിൽ അപ്പസ്തോലന്മാരുടെ തീക്ഷ്ണത നിറയാൻ നമുക്ക് ദൈവസന്നിധിയിൽ കരങ്ങൾ ഉയർത്താം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ഭൂമിയിൽ ഏറ്റവും വിലപ്പെട്ട വിശുദ്ധ കുർബാനയുടെ വില കുറയ്ക്കുന്ന വിധത്തിൽ ഒരിക്കലും പെരുമാറാൻ വരരുതേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.